ഹായ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലങ്കര സഭയിലെ പൂനെയിലെ കടക്കി രൂപതയിലെ ഇടയനാണ് ബിഷപ്പ് മാത്യു മാർ പക്കോമിയോസ് ആണ്. സോ പിതാവേ, നമ്മുടെ ഈ ജാഗോ പോലെയുള്ള കോൺഫറൻസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയും? ജീസസ് യൂത്ത് ഒരു കരിസ്മാറ്റിക് അനുഭവത്തിലാണല്ലോ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സാക്ഷിക്ക് ഒരു നല്ല കൺവിക്ഷൻ രൂപപ്പെടുത്തുവാനായിട്ട് ജീസസ് യൂത്തിനെക്കാളും സാധിച്ചു. ഇന്നും ജീസസ് യൂത്ത് ആ കൺവിക്ഷനോട് കൂടി, വിശ്വാസത്തിൻ്റെ ഒരു നല്ല ബോധ്യത്തോടു കൂടി യേശുവിൻ്റെ പ്രതിനിധികളായിട്ട് ജീവിക്കുവാൻ സഹായകമായ ഒരു വലിയ ശക്തിയായിട്ടാണ് ഞാൻ കാണുക. പ്രത്യേകിച്ചും സമീപകാലങ്ങളിൽ മാർപ്പാപ്പന്മാർ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായിൽ തുടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പായും ലിയോ 14 മാർപ്പാപ്പായും ഒക്കെ റീഇവാഞ്ചലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ, സുവിശേഷം സ്വീകരിച്ചിട്ടുള്ള നമ്മൾ, മാമോദീസ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ എന്തുമാത്രം ബോധ്യങ്ങളോട് കൂടിയാണ് ക്രൈസ്തവ ജീവിതം നയിക്കുന്നത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീസസ് യൂത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. പലപ്പോഴും ഒരു സ്വാഭാവികമായ മാമോദീസ സ്വീകരിച്ച് നമ്മൾ പോകുന്നുണ്ട് എങ്കിലും ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോഴും അത് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആ നെയിം സേക്ക് ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാനത്ത് ബോധ്യങ്ങളോടുകൂടി ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നു എന്ന പ്രത്യേകതയാണ് ജീസസ് യൂത്തിൽ ഞാൻ കാണുന്നത്. ജാഗോയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന അവസരത്തിലും അതുതന്നെയാണുള്ളത്. കാരണം ഒരു മിഷൻ ഇവാഞ്ചലൈസേഷൻ്റെ ഒരു ശക്തമായ ഫേസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അത് നമ്മുടെ ജീവിതം വഴി തന്നെ യേശുവിന് സാക്ഷ്യം വഹിക്കുക, ജീവിതം വഴിയായിട്ട് യേശുവിൻ്റെ മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത്. സുവിശേഷം ഒന്ന് വിസ്പറിങ് മാതിരി, അതൊന്ന് മറ്റുള്ളവരോട് ചെറിയ തോതിൽ അവരുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അനേകരെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു പൊട്ടൻഷ്യൽ ഗ്രൂപ്പായിട്ടാണ്, പൊട്ടൻഷ്യൽ കൂട്ടായ്മയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. യൂത്തിനെ ആകർഷിക്കുവാനായിട്ട് ജീസസ് യൂത്തിന് സാധിക്കുന്നു. ഇവിടെ ഇത്രയും പേർ വന്നത് നിർബന്ധം കൊണ്ടല്ല, നേരെ മറിച്ച് ചെറുപ്പക്കാർക്ക് ആകർഷണീയമായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള സവിശേഷതയുണ്ട്. വിശ്വാസത്തെ നമുക്ക് ആകർഷണീയമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം സാധിക്കുകയുള്ളൂ. നിർബന്ധം കൊണ്ട് ആരെയും നമുക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇതാവേ, ഈ ഒരു യൂത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി ഒരു 11,000+ യൂത്ത് ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ പിതാവിന് എന്താണ് ആ ഒരു ഫീൽ ചെയ്യുന്നത്, ആ ഒരു യൂത്തിൻ്റെ കൂടെയുള്ള ഒരു? ഞാൻ ദീർഘകാലം യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ്. MCYM-ൻ്റെ ഞങ്ങളുടെ തിരുവല്ല അതിരൂപതയുടെ ഡയറക്ടറായിട്ടും 5 വർഷം സഭാതല യൂത്ത് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സിറിൽ മാർ ബസേലിയോസ് പിതാവ് ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്ത് നൽകിയ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് യൂത്ത് ചർച്ച് എന്നുള്ളതാണ്. സഭയ്ക്ക് ഒരു യുവത്വം നൽകണമെങ്കിൽ യുവാക്കൾ അതിനകത്ത് ആകർഷിക്കപ്പെടുമ്പോൾ അവരുടെ യുവത്വം സഭയെ തന്നെ യൗവനയുക്തമാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെറുപ്പക്കാർ ആകർഷണീയമായ രീതിയിൽ ഇതിനകത്ത് ഒരുമിച്ച് ചേരുമ്പോൾ സഭയ്ക്കൊരു യൗവന ഭാവം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭയെ കുറേ കൂടി യുവത്വമുള്ളതാക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം കുറേ കൂടി നമ്മളെ ആവേശഭരിതരാക്കുന്നു. നാളത്തെ സഭ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവരുടെ അഭിപ്രായം കൂടി കേൾക്കുവാനായിട്ട്, അത് അവരിൽ കൂടി അവരോട് സംസാരിച്ച് അറിയുവാനുള്ള ഒരു അവസരമായിട്ട് കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു പിതാവ്, ഈ ഒരു തിരക്കിലും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.